നമ്മൾ കൈരളി ന്യൂസ് രാവിലെ 7 മണി മുതൽ ആരംഭിച്ച ഈ വയനാടിൻ്റെ പ്രത്യേക ലൈവത്തോൺ അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരാണ്ട് പിന്നിട്ട കാലമുണ്ട്. ആ കാലത്തിനിടയിലൂടെ നമ്മൾ കടന്നുപോയത് ഒരുപാട് വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്താണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച്, ആ നാടിനെ ചേർത്ത് പിടിച്ച് അതിനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൻ്റെ കഴിഞ്ഞുപോയ ഒരാണ്ട്. ബോധപൂർവം പല ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഒന്നും വകവെക്കാതെ ചിട്ടയായി മുന്നോട്ട് പോയതിൻ്റെ കാര്യങ്ങൾ ഓരോന്നും തുടർച്ചയായും വ്യക്തമായും തന്നെ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഈ ലൈവത്തോണിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ മുതൽ അത് ആരംഭിക്കുകയാണ്. മുമ്പ് കുട്ടനും അതുപോലെ വിനിഷയും സൂചിപ്പിച്ച പോലെ അല്ലെ, അതുപോലെ തന്നെ പുത്തുമലയിൽ നിന്ന് മനുവുണ്ട്, അതുപോലെ സിജു കണ്ണനുണ്ട്, അതുപോലെ എം സന്തോഷുണ്ട്, സച്ചിനുണ്ട്, നമ്മുടെ പ്രതിനിധികളെല്ലാം ഉണ്ട്, ജോഷില രാവിലെ തന്നെ തത്സമയ വിവരങ്ങളുമായി ആ സ്കൂളുമായി ബന്ധപ്പെട്ട വെള്ളാർമല സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെയും അവിടുത്തെയുള്ള മനുഷ്യരുടെയും വേദനയും ഒക്കെയുമായി ജോഷില തത്സമയം രാവിലെ വന്നു കഴിഞ്ഞു. അങ്ങനെ ലൈവത്തോൺ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ ഈ ദുരന്തമുണ്ടായി ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടാകെ ഇല്ലാതായി മാറിയ ആ നേരം മുതൽ അടിയന്തര ഇടപെടലുകളുമായി തന്നെയാണ് നമ്മുടെ നാട് ഉണർന്നു നിന്നത്. അതിനൊക്കെ ഏകോപിപ്പിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. അങ്ങനെ ആദ്യം ഇവിടേക്ക് വന്ന മന്ത്രി തല സംഘമുണ്ട്. കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ മന്ത്രി ശശി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇവരാണ് ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരാണ്ടിന് ശേഷം കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഈ രാവിലെ എന്നോടൊപ്പം നിൽക്കുകയാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒരു വല്ലാതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നോ വേദനിപ്പിക്കുന്നോ ഒരു അനുഭവമായിരുന്നു. അന്നൊരു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു. ഇങ്ങനെ 11 മണിക്ക് ശേഷം 11:45 മറ്റോ ആയപ്പോഴാണ് അന്ന് ഈ വലിയ ഉരുളുപൊട്ടുന്ന അവസ്ഥയുണ്ടായത്, നാടില്ലാതായത്. പിറ്റേന്ന് മുതൽ നമ്മൾ അന്ന് രാത്രി തന്നെ തുടങ്ങി, പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു വർഷക്കാലം ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു മിനിസ്ട്രി എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ വേദനയുടെ ഒരു ആണ്ട് കൂടിയാണ്. അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പുത്തുമലയിലേക്കൊക്കെ രാവിലെ എല്ലാവരും പോകുന്ന ആ ഒരു വേദനയെക്കുറിച്ച് ആവണം നമ്മൾ ആദ്യം സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ശരത്തെ, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന പോലെ, നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ല ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ 29-ാം തീയതി രാത്രിയും 30-ാം തീയതി രാവിലെയും ജീവിതത്തിലൊരിക്കലും വേദനയില്ലാതെ നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകമായി നമ്മുടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകില്ല. പക്ഷെ എല്ലാവരും നമ്മുടേതായിരുന്നു. അവരെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടവും വേദനയും കടുത്ത കരൾ കീറുന്ന വിധത്തിലുള്ള വേദനയായി നമുക്കിടയിലൂടെ മാറുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ആ മഴ ഇന്നിപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അതിഭീകരവുമായിട്ടുള്ളൊരു മഴയുടെ നടുവിലൂടെ നമ്മളിവിടെ വന്നത് മുതൽ ഈ ഘട്ടം വരെ സർക്കാർ പൂർണ്ണമായിട്ടും ദുരന്തബാധിതരെ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട്. അന്ന് ആ രാത്രിയിൽ 11:45 ശേഷം ഈ വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നറിയുന്ന ഒരു നിമിഷം ഉണ്ടാവുമല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൂടെയും മറ്റും സംവിധാനങ്ങളിലൂടെ റവന്യൂ മന്ത്രി അറിഞ്ഞ ആ ഒരു ഓർമ്മ എങ്ങനെയായി? അല്ല, അതൊരു വല്ലാത്ത ഓർമ്മയാണ്. പറഞ്ഞാൽ നമുക്ക് തികട്ടി വരും. ഞാൻ ആദ്യം കാണാതായ 32 പേരുൾപ്പെടെ മരണപ്പെട്ട 298 പേരുടെയും സ്മരണകളുടെ മുമ്പിൽ കൈരളിയിലൂടെ ശിരസ് നമിച്ച് അവരുടെ ബന്ധുക്കളുടെയും അവരുടെ സഹജീവികളുടെയും ഒക്കെ ഉണ്ടായിട്ടുള്ള നികത്താനാവാത്ത നഷ്ടങ്ങളുടെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ശിരസ് നമിച്ച് നിൽക്കുന്ന ഒരു നേരമാണിത്. 30-ാം തീയതി പുലർച്ചെ 29-ാം തീയതി രാത്രി എന്ന് പറയും പോലെ നാട്ടിലുണ്ടാകുന്ന പലയിടങ്ങളിലെ മഴവെള്ളക്കെടുതികളുടെ ദുരന്തങ്ങൾ, തുടർച്ചയായിട്ട് ഡാമുകൾ തുറന്നുവിടുന്ന അവസ്ഥകൾ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉറക്കമില്ലാത്ത രാത്രിയിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞതോടുകൂടി അത് ഗൗരവമായി എന്ന് പറഞ്ഞു. കളക്ടർ വിളിച്ച് നേരിട്ട് അങ്ങോട്ട് പോകാനുള്ള അനുമതി ചോദിക്കുന്നു. അപ്പോഴും ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് പോയി എന്ന് കരുതുന്നുണ്ടാവില്ല. നേരത്തെ പുത്തുമല ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഈ ദുരന്തം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അന്നൊക്കെ ഉണ്ടായതുപോലെ ഒരു ദുരന്തം പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പുലർച്ചെയായതോടുകൂടി, അതായത് ഏതാണ്ട് 2 മണി കഴിയുന്നതോടുകൂടി ദുരന്തത്തിൻ്റെ അളവ് കൂടി വന്നു. നേരെ KSTMA ഓഫീസിലേക്കുള്ള യാത്ര, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേന്ദ്രത്തിൽ എല്ലാതിനെയും ഏകോപിപ്പിക്കാനുള്ള ശ്രമം. എന്നെ അത്ഭുതപ്പെടുത്തിയത് രാത്രി 2 മണിയോടുകൂടി തിരിച്ച് വരാൻ വേണ്ടി ശ്രമിക്കാനൊന്നും നേരമില്ലാത്ത ഒരു രാത്രി. എന്നെ അത്ഭുതപ്പെടുത്തിയത് പുലർച്ചെ 4 മണിയാകുമ്പോഴേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നേറ്റ ആദ്യത്തെ കോൾ വന്നു. ദുരന്തം വളരെ ഗൗരവപ്പെട്ടതാണ്. ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള, ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അതിനേക്കാൾ മുമ്പേ തയ്യാറെടുത്ത് പുലർച്ചെ തന്നെ വിളിച്ച് ഈ ദുരന്ത നിവാരണ കേന്ദ്രത്തിലേക്ക് അടിയന്തരമായിട്ട് യാത്ര ആരംഭിക്കാനും കാര്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഇരുന്നും ഇങ്ങോട്ട് പോയും നടത്താനും വേണ്ടി തീരുമാനിച്ചു. ഒരു വല്ലാത്ത സീനായിരുന്നു. ചാലക്കുടിയിലുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ആകാശം അനുവദിക്കുന്നില്ല. പിന്നെ ഏതാണ്ട് 10 മണിയോടുകൂടി ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും OR കേളുവും കൂടി പ്രത്യേക ഹെലികോപ്റ്ററിൽ കോഴിക്കോട് വന്ന്
ഇവിടെയൊക്കെ പിന്നെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നൊരു കാഴ്ച, അതിനിടയിൽ വിവരങ്ങൾ കിട്ടി മരണങ്ങളുടെ എണ്ണം കൂടി. രാവിലെ 5 മണി കഴിയുമ്പോഴേക്കും പോത്തുകല്ലിൽ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള പോത്തുകല്ലിൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടു തുടങ്ങി. ഒരു വല്ലാത്ത ഭീകരമായിട്ടുള്ള അനുഭവമായിരുന്നു. എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുന്നൊരു ഘട്ടത്തിൽ സത്യത്തിൽ 30-ാം തീയതി ഞങ്ങളിവിടെ വരുമ്പോൾ ആ പുന്നപ്പുഴയുടെ അപ്പുറത്തുള്ള കേന്ദ്രത്തിൽ മുണ്ടക്കയിലും വനറാണി എസ്റ്റേറ്റിൻ്റെ ഭാഗത്തും അട്ടാമല മസ്ജിദിനോടടുത്തുമൊക്കെ ആളുകൾ, ജീവനുള്ള ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് കടക്കാനാകുന്നില്ല. അവർ നിൽക്കുന്നതൊക്കെ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ അടക്കി വെച്ച സ്ഥലത്താണ്. രാവിലെ 4 മണി മുതൽ കയ്യിൽ കിട്ടുന്ന വാർഡ് മെമ്പറായിട്ടുള്ള നൂറുദ്ദീൻ ഓരോ ഘട്ടത്തിലും വിളിക്കുമ്പോൾ അടക്കി വെച്ച ശവങ്ങളുടെ മൃതശരീരങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മൃതശരീരങ്ങളിൽ ഓരോരുത്തരുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാം വേദന കടിച്ചമർത്തിയ മനുഷ്യരാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം ബെയിലി പാലമൊക്കെ ഉണ്ടാക്കാൻ പിന്നെയും എത്രയോ സമയം പിടിക്കും. പക്ഷെ അന്ന് രാത്രി വൈകുന്നേരം അല്ല, പിറ്റേ ദിവസമായി അന്നു രാത്രി ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ, വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ടും അവിടെ നിൽക്കുന്നവരെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ അവരിരുന്ന് മരണപ്പെടുമോ എന്ന ഭീതി പോലും ഉണ്ടായി. സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ് പറഞ്ഞു ഇനി അവരെ 1 മിനിറ്റ് പോലും അവിടെ നിർത്താൻ പറ്റില്ല. അന്ന് അവിടുത്തെ ജനങ്ങൾ SSLC പോലും പാസ്സാവാത്തവൻ ഉണ്ടാക്കിയിട്ടുള്ള എൻജിനീയറിംഗ് വിദ്യ യഥാർത്ഥത്തിൽ കോണിയും ഏണിയും കവുങ്ങും മുളയും വടിയും ഒക്കെ എടുത്ത് അവരങ്ങ് ഇറങ്ങിയപ്പോൾ അതേ മീൻസ് ഞാനും ഓർക്കുന്നുണ്ട്, അന്ന് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ വലിയ വണ്ടികളുടെ മുകളിൽ വെച്ച് കെട്ടിയ ലാഡറാണ്, ഏണിയാണ് കൂട്ടിക്കെട്ടി മുമ്പ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇങ്ങനെ ആളുകളെ അക്കരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി. അത് വളരെ ചെറിയ വിധത്തിലേ പറ്റുമായിരുന്നുള്ളൂ. അപ്പുറത്ത് അവശേഷിക്കുന്ന അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരേ ഒരു ആൽമരത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു JCBയിലേക്ക് കെട്ടി, നേരത്തെ പറഞ്ഞ പോലെ ഫയർഫോഴ്സും കൂട്ടിക്കെട്ടി വടം. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ഈ പുന്നപ്പുഴയുടെ ഏറ്റവും ചെറിയ വീതി കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിർത്തി മനുഷ്യനങ്ങ് കൈകോർത്ത് നിന്നപ്പോൾ രാത്രി 7:30 ആകുമ്പോഴേക്കും 498 മനുഷ്യരെ ജീവനോടെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് രാത്രി മുഴുവൻ അവിടെയുള്ള മനുഷ്യരുമായി ഉറങ്ങാതെ ഞങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. നമുക്ക് അതിവേഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡ് കമ്മിറ്റി കൂടി പിന്നെ അങ്ങ് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഓരോന്നോരോന്ന് പറഞ്ഞാൽ അത്രയേറെ പിടിക്കും. മനുഷ്യരെ കൊണ്ടുവരാൻ ഒരുപക്ഷെ തിരച്ചിലിൽ നമുക്ക് ചാലിയാർ പുഴ തന്നെ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളായി 8ആയി വിഭജിക്കപ്പെട്ടു. 6 സോണുകളായി ഡൗൺ സ്ട്രീമും അട്ടാമല ആറാമലയും വില്ലേജ് റോഡും സ്കൂൾ ഗ്രൗണ്ടും മുണ്ടക്കയും പുഞ്ചിരിമറ്റവും 6 സോണുകളായി തെരച്ചിൽ നടത്തി. ഒരു ഘട്ടത്തിൽ ബന്ധുക്കളെ കൊണ്ടുപോയ ജനകീയ തെരച്ചിൽ നടത്തി. കടാവർ ഡോഗ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെട്ടു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, സൂചിപ്പാറയിലെ സൺറൈസ് വാലിക്കടുത്തൊരു മൃതശരീരം ഉണ്ടോ എന്ന് സംശയിച്ച് ഫോറസ്റ്റിന് പോലും പോകാൻ പറ്റാത്ത സ്ഥലത്ത് ചരിത്രത്തിലാദ്യമായി ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൊണ്ടുപോയി 4 പേരെ അവിടെ ഇറക്കി മൃതശരീരം എടുത്തതുൾപ്പെടെ അതിവേഗം ആഗസ്റ്റ് 30-നകം താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ആഗസ്റ്റ് 24-ന് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അവസാനത്തെ കുടുംബത്തെയും നമ്മൾ താൽക്കാലിക വീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കോ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കോ മാറി.